ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് ഫാക്ടർ ഗ്രൂപ്പ്, അതേപോലെ അത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് തിയറിയുടെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള സൈലോസ് തിയറം, പിന്നീട് പ്രധാനപ്പെട്ടിട്ട് 2 എക്സാമ്പിൾ ആയിട്ടുള്ള ഡൈഹെഡ്രൽ ഗ്രൂപ്പും സിമെട്രിക് ഗ്രൂപ്പ്. അതോടുകൂടി നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് അവസാനിപ്പിച്ച നോർമൽ സബ് ഗ്രൂപ്പ്സ് വരെ, ഇൻക്ലൂഡിംഗ് നോർമൽ സബ് ഗ്രൂപ്പ്സ് ഉൾപ്പെടുന്ന അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന നമ്മൾ ചെയ്യാതെ പോയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ്. പിന്നീട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഫാക്ടർ ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഫാക്ടർ ഗ്രൂപ്പ് എന്നുള്ള കളക്ഷനും ഫാക്ടർ ഗ്രൂപ്പ് എന്നുള്ള ഗ്രൂപ്പ്സുകളുടെ കളക്ഷനും കൂടി ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി ഏകദേശം നമ്മൾ ഗ്രൂപ്പ് തിയറിയുടെ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഇപ്പൊ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് വഴിയെ ചെയ്യാം. അക്ഷയ്, അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ലെറ്റ് ജി ബി എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 24. The total number of group isomorphism from G onto G itself is. നമുക്ക് ക്വസ്റ്റ്യൻ കുറിച്ചിട്ടുള്ളത് ജി ബി എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 24. ദാറ്റ് മീൻസ് ജി ഈസ് ഐസോമോർഫിക് ടു Z24. എല്ലാ സൈക്ലിക് ഗ്രൂപ്പും Zn-നോട് ഐസോമോർഫിക് ആണ്. അപ്പൊ Z24-നോട് ഐസോമോർഫിക് ആയിരിക്കും. ദ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ് ഐസോമോർഫിസം, അതായത് 5 ഫ്രം Z24 to Z24 where 5 is a isomorphism from G on to G. G Z24-നോട് ഐസോമോർഫിക് ആണ്. Z24-ന് Z24-ലേക്കുള്ള ഐസോമോർഫിസത്തിന്റെ കളക്ഷൻ ആണ് ചോദിച്ചത്. ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഓട്ടോമോർഫിസം ഓഫ് Zn എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. അതായത് സെയിം ഗ്രൂപ്പിൽ നിന്ന് സെയിം ഗ്രൂപ്പിലേക്കുള്ള ഐസോമോർഫിസത്തിന്റെ കളക്ഷനെയാണ് നമ്മൾ ഓട്ടോമോർഫിസം വിളിച്ചത്. സോ ഹിയർ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ഓട്ടോമോർഫിസം ഓഫ് 24 ആൻഡ് വി ഹാവ് automorphism of Z24 is isomorphic to U of 24, where U is the groups of units, and order of U of 24 is equal to phi of 24, and phi of 24 is 8. Just 24-നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് കണ്ടിട്ട് ഓയിലർ ടോർഷൻ ഫംഗ്ഷന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഫോർമുല കൊടുത്താൽ നമുക്ക് phi of 24 8 ആണ് കിട്ടും. സോ ഇവിടെ നമ്മളോട് ഓട്ടോമോർഫിസം ഓഫ് Z24 ആരാന്നാണ് ചോദിച്ചത്. ആരാന്നല്ല, അതിന്റെ ഓർഡർ എത്ര എന്നുള്ളതാണ്. ഓട്ടോമോർഫിസം ഓഫ് Z24 U of 24-നോട് ഐസോമോർഫിക് ആണ്. U of 24-ന്റെ കാർഡിനാലിറ്റി phi of 24-ന് ഈക്വൽ ആണ്. phi of 24 ഈസ് ഈക്വൽ ടു. ക്വസ്റ്റ്യൻ പറയുന്നത്, ലെറ്റ് GLNR ഡിനോട്ട് ദ ഗ്രൂപ്പ് ഓഫ് ഓൾ n/n മാട്രിസസ് വിത്ത് റിയൽ എൻട്രീസ് with respect to matrix multiplication which are invertible. Pick out the normal subgroups from the following. കുറെ ഗ്രൂപ്പ്സുകൾ തന്നിട്ടുണ്ട്. അതിൽ നോർമൽ സബ് ഗ്രൂപ്പ്സുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ NBHM എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ജാം എക്സാമിന് ചോദിച്ചിട്ടുള്ളതായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് GL2R എന്നുള്ള ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. GLNR ആണ് തന്നിട്ടുള്ളത്. N എന്നുള്ളത് 2 ആക്കി ചൂസ് ചെയ്യാം നമുക്ക്. അതായത് നമ്മൾ എന്താ പറയാ, ജനറൽ കേസ് കൗണ്ടർ എക്സാമ്പിൾസ് കാണാനും ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പത്തിൽ 2R തന്നെ നമുക്ക് പറഞ്ഞാൽ മതി. അതിന്റെ ജനറൽ കേസാണ് NR-ൽ പറയാം. അപ്പൊ GLNR എന്നുള്ള ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. അതിന്റെ ചില സബ് ഗ്രൂപ്പ്സുകളാണ് തന്നിട്ടുള്ളത്. ആ സബ് ഗ്രൂപ്പ്സുകൾ നോർമൽ ആകുന്നത് ആരൊക്കെ, അല്ലാത്തത് ആരൊക്കെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർമൽ സബ് ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഇതുപോലത്തെ 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അത്തരം ക്വസ്റ്റ്യൻസിലെ ഓരോ ഓപ്ഷൻസും നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് മൈൻഡിൽ വേണം. അതായത് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പലതും കൗണ്ടർ എക്സാമ്പിൾ ഉണ്ടാക്കാനും അതേപോലെ ശരിയാണെന്നുള്ളത് അറിയാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നോൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഓപ്ഷൻസും വളരെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്.
ആ 3 ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ഓർത്തോഗണൽ മാട്രിസസ്, സോറി, ഏതൊക്കെയാണ് നോർമൽ സബ് ഗ്രൂപ്പ് ആകുക എന്നുള്ളതാണ് നമ്മുടെ ഗിവൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ 3 ഓപ്ഷൻസ് ചോദിച്ചിട്ടുള്ളതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ദ സബ് ഗ്രൂപ്പ് ഓഫ് ഓൾ മാട്രിസസ് വിത്ത് ഡിറ്റർമിനന്റ് ഈക്വൽ ടു യൂണിറ്റി. യൂണിറ്റി മീൻസ് യൂണിറ്റ് 1 എന്നുള്ള രൂപത്തിലാണ് ഇവർ ഉദ്ദേശിച്ചത്. അതായത് ഡിറ്റർമിനന്റ് 1 ആവുന്ന സാധനത്തിനാണ് ഡിറ്റർമിനന്റ് വിത്ത് യൂണിറ്റി എന്ന് പറഞ്ഞത്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഡിറ്റർമിനന്റ് 1 ആവുന്ന കളക്ഷൻ. തേർഡ് ഓപ്ഷൻ വരുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് SLNR ആണ്, സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ് ആണ്. സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് GLNR എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. രണ്ട് രൂപത്തിൽ ഡിസ്കസ് ചെയ്യാം, ഡിറ്റർമിനന്റ് വെച്ചിട്ട് കേണൽ വെച്ചിട്ടൊക്കെ പറയാൻ പറ്റുന്ന കോൺസെപ്റ്റ് ആണ്. സോ തേർഡ് ഓപ്ഷൻ ഈസ് ട്രൂ. അത് നമുക്ക് നോൺ ആയിട്ടുള്ള റിസൾട്ട് ആണ്. SLNR GLNRന്റെ നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. ഇനി ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ദ സബ് ഗ്രൂപ്പ് ഓഫ് റിയൽ ഓർത്തോഗണൽ മാട്രിസസും ദ സബ് ഗ്രൂപ്പ് ഓഫ് ഇൻവേർട്ടിബിൾ ഡയഗണൽ മാട്രിസസും. ഈ രണ്ട് ക്വസ്റ്റ്യൻസും, അതായത് ഈ രണ്ട് ഓപ്ഷൻസും നമുക്ക് ജനറലി GHG ഇൻവേഴ്സ് എന്നുള്ള പറഞ്ഞതുപോലെ GHG ഇൻവേഴ്സ് ജസ്റ്റ് ഒന്ന് 2/2 ഒരു എലമെന്റ്സ് വെച്ചിട്ട് നമുക്കത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ഇല്ലാന്ന് കണ്ടാൽ ഇല്ല എന്നുള്ളൊരു സെൻസ് ആണ്, ഫീലാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താ പറയുക, GHG ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ABC എടുക്കുക, ആ ഒരു രൂപത്തിൽ കൊടുത്തതിന് ശേഷം ഇവാലുവേറ്റ് ചെയ്തിട്ട് കിട്ടുമ്പോൾ ഇല്ലാത്തൊരു രൂപത്തിലാണ് നമുക്ക് ആൻസർ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൗണ്ടർ എക്സാമ്പിൾ ഉണ്ടാക്കാൻ നോക്കിയാൽ മതി. അതായത് ഉണ്ടോ ഇല്ല എന്നുള്ളൊരു ഫീൽ നമുക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. രണ്ടാമത്തെ എക്സാമ്പിളും അതേപോലെ തന്നെ. ഇനി അതിനൊക്കെ പുറമെ ഈ രണ്ട് എക്സാമ്പിൾസും രണ്ട് പ്രത്യേക തരം മെട്രിക്സുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ സബ് ഗ്രൂപ്പ് ഓഫ് റിയൽ ഓർത്തോഗണൽ മാട്രിസസ്. അപ്പൊ ഇവിടെ ഓർത്തോഗണൽ മാട്രിസസിന്റെ കളക്ഷൻ ആണ്, റിയൽ ആണ്, റിയൽ ഓർത്തോഗണൽ മാട്രിസസിന്റെ കളക്ഷൻ ആണ്. ദ സബ് ഗ്രൂപ്പ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ ഡയഗണൽ മാട്രിസസ്. അപ്പൊ ഡയഗണൽ മാട്രിസസ് അതേപോലെ ഓർത്തോഗണൽ മാട്രിസസ് തുടങ്ങിയിട്ടുള്ള മാട്രിക്സുകൾക്ക് പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമ്മൾ ഇപ്പൊ പറയുന്നില്ല, കൂടുതലായിട്ട് ചെറുതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പറയും. ലീനിയർ ഓൾജിബ്രയില് ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതായത് ഒരുപാട് മാട്രിക്സുകൾക്ക് അതിന്റെ പല പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യും. അപ്പൊ ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് മാട്രിക്സുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് കൗണ്ടർ എക്സാമ്പിൾ ഇവാലുവേറ്റ് ചെയ്യാൻ ആ മാട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് റിയൽ ഓർത്തോഗണൽ മാട്രിക്സ്. സോറി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ല, ഒന്നാമത്തെ ഓപ്ഷൻ വെച്ചിട്ടുള്ളത് റിയൽ ഓർത്തോഗണൽ മാട്രിക്സ്. ഒരു മാട്രിക്സ് ഓർത്തോഗണൽ ആണ്, എ എന്നുള്ള മാട്രിക്സ് ഓർത്തോഗണൽ ആവാനുള്ള കണ്ടീഷൻ A into A transpose equal to I ആണ്. A is said to be orthogonal. A is said to be orthogonal if A into A transpose is equal to I. So A into A transpose I ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ മാട്രിക്സ്. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം മാട്രിക്സിനെ നമ്മൾ ഓർത്തോഗണൽ മാട്രിക്സ് എന്ന് വിളിക്കും. ഇനി ഓർത്തോഗണൽ മാട്രിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് ഞാൻ ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ഐഗൻ വാല്യൂസ്. ഓർത്തോഗണൽ മാട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഐഗൻ വാല്യൂസ് ഒക്കെ യൂണിറ്റ് മോഡുലസ് ആയിരിക്കും. അതായത് കോംപ്ലക്സ് ഐഗൻ വാല്യൂസ് വരാം, റിയൽ ഐഗൻ വാല്യൂസ് വരാം. അപ്പൊ ഐഗൻ വാല്യൂസ് എന്താണോ അതിന്റെ മോഡുലസ് 1 ആയിരിക്കും. അപ്പൊ റിയൽ ഐഗൻ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഐഗൻ വാല്യൂ ആയിട്ട് ആരൊക്കെ വരുള്ളൂ? 1ഉം -1 വരുള്ളൂ. അതേപോലെ ഏതൊരു ഓർത്തോഗണൽ മാട്രിക്സ് തന്നാലും അതിനെ നമുക്കൊരു പ്രത്യേക ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. ഒരു 2/2 ആണെങ്കിലോ 3/3 ആണെങ്കിലോ ഒക്കെ നമുക്കൊരു 2/2യുടെ കോസ് തീറ്റ സൈൻ തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഈ ഒരു പ്രത്യേക ഫോർമാറ്റിലുള്ള ഒരു എക്സ്പ്രഷൻ ആക്കിയിട്ട് ഓർത്തോഗണൽ മാട്രിക്സ് എഴുതാൻ പറ്റും.
ഇതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു നോളജ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർത്തോഗണൽ മാട്രിക്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഈ ഒരു ഡിസ്കഷൻ പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഓർത്തോഗണൽ മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ ഓർത്തു വെക്കുക, നിങ്ങളൊന്ന് റെഫർ ചെയ്ത് പഠിക്കുക. പിന്നീട് നമ്മൾ ലീനിയറുള്ള കോഴ്സ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ടുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആ സമയത്ത് ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓർത്തോഗണൽ മെട്രിക്സ്. ഓർത്തോഗണൽ മെട്രിക്സിന് വേണമെങ്കിൽ OL എന്ന് വിളിക്കാം, ഓർത്തോ ലീനിയർ എന്നുള്ള രൂപത്തിൽ. ഒരു OL 2R എടുത്തു, അയാള് GL 2R, നമ്മൾ 2ല് ചെയ്യാൻ കാരണം 2ല് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. നോർമൽ സബ് ഗ്രൂപ്പ് ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, GH G ഇൻവേഴ്സ് ബിലോങ്സ് ടു OL 2R ആവണം. അതായത് GH G ഇൻവേഴ്സ് Hൽ ഉണ്ടാവണം. Hന്റെ സ്ഥാനം ഇവിടെ ഇയാളാണ്. ഫോർ G ബിലോങ്സ് ടു GL 2R ആൻഡ് H ബിലോങ്സ് ടു OL 2R. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഐഗൺ വാല്യൂവിന്റെ ഒരു ചെറിയ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് കൗണ്ടർ എക്സാമ്പിളിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ നോക്കുന്നത്. എ എന്നുള്ള മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ λ1ഉം അതേപോലെ ബി എന്നുള്ള മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ λ2 ആണെങ്കിൽ AB എന്നുള്ള മെട്രിക്സിന്റെ ഒരു ഐഗൺ വാല്യൂ λ1 λ2 വരും. അതായത് ഇതിന്റെ ഒരു ഐഗൺ വാല്യൂ അറിയാം, ഇതിന്റെ ഒരു ഐഗൺ വാല്യൂ അറിയാന്നുണ്ടെങ്കിൽ AB എന്നുള്ള മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ എന്ത് വരും, λ1 ഇൻറ്റു λ2 വരും. നമുക്കറിയാം ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ ആ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂവിന്റെ മോഡുലസ് എന്തായിരിക്കും, 1 ആയിരിക്കും എന്ന് ഞാൻ ഡിസ്കസ് ചെയ്തു. എല്ലാ ഓർത്തോഗണൽ മാട്രിക്സിന്റെ ഐഗൺ വാല്യൂസും 1 ആണ്. സോ GH G ഇൻവേഴ്സ് ഓർത്തോഗണൽ ആണെങ്കിൽ for H belongs to OL 2R and G belongs to GL 2R, GH G inverse is orthogonal, then the eigenvalue of GH G inverse must be of modulus 1. അതായത് eigenvalue of GH G inverse മോഡുലസ് 1 ആയേ പറ്റുള്ളൂ. എപ്പോ GH G ഇൻവേഴ്സിന്റെ ഓർത്തോഗണൽ ആണെങ്കിൽ. അപ്പൊ GH G ഇൻവേഴ്സ് ഓർത്തോഗണൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ഐഗൺ വാല്യൂ വെച്ചിട്ട് തന്നെ പറയാൻ പറ്റും. അതിൽ G എന്നുള്ളത് ആരാണ്, GL 2Rലുള്ള ആളാണ്. H എന്നുള്ളത് OL 2Rലുള്ള ആളാണ്. Hന്റെ ഐഗൺ വാല്യൂ എന്തായിക്കോട്ടെ, Hന്റെ ഐഗൺ വാല്യൂവിനെ നമുക്ക് ഐഗൺ വാല്യൂ ഓഫ് H, ഐഗൺ വാല്യൂ ഓഫ് H അതിന് ജസ്റ്റ് നമ്മളൊരു ലാംഡ എന്ന് വിളിച്ചു, H ലാംഡ എന്ന് വിളിക്കും. ഇനി ജിക്ക് ഐഗൺ വാല്യൂസ് ഉണ്ടാവും. അപ്പൊ ജിക്ക് ഒരിക്കലോ ഈക്വൽ ഐഗൺ വാല്യൂസ് വരാം, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് വരാം. ഞാൻ ജിയുടെ ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് കരുതി. ഐഗൺ വാല്യൂസ് ഓഫ് ജി ആർ ഡിസ്റ്റിങ്ക്റ്റ് 2/2 ആണ്. അപ്പൊ രണ്ട് ഐഗൺ വാല്യൂസ് ഉണ്ട്, അവര് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് കരുതുക. ഒന്ന് λ1 ഉം ഒന്ന് λ2. λ1 നോട്ട് ഈക്വൽ ടു λ2. എന്തുകൊണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയി എന്നുള്ളത് പറയാം. സോ എച്ചിന്റെ ഐഗൺ വാല്യൂ ലാംഡയാണ്, ജിയുടെ ഐഗൺ വാല്യൂ λ1 ഉം λ2 ആണ്. അങ്ങനെയാണെങ്കിൽ GH G ഇൻവേഴ്സിന്റെ ഐഗൺ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജിന്റേത് അറിയാം, ജി ഇൻവേഴ്സിന്റേതും അറിയാം, എച്ചിന്റേതും അറിയാന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടി പ്രൊഡക്റ്റ് ചെയ്താൽ മതി. അപ്പൊ ജിയുടേത് ഒന്ന് നമുക്കറിയാം λ1, എച്ചിന്റേത് ലാംഡ. ഇനി ജി ഇൻവേഴ്സിന്റെ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ജിയുടെ ഐഗൺ വാല്യൂ, സോറി ജിയുടെ ഐഗൺ വാല്യൂസിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പൊ ജി ഇൻവേഴ്സിന്റെ ഐഗൺ വാല്യൂ 1 λ1 ഉം വരും, 1 λ2 ഉം വരും. അപ്പൊ ഒരു ഐഗൺ വാല്യൂ 1 λ1 കൊടുക്കുമ്പോൾ കിട്ടും, ഒരു ഐഗൺ വാല്യൂ 1 λ2 കൊടുക്കുമ്പോൾ കിട്ടും. അപ്പൊ ഞാനിവിടെ 1 λ2 ആണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് 1 λ1 കൊടുക്കാത്തത് എന്നുള്ളത് പറയാം. സോ GH G ഇൻവേഴ്സ് ഒരു ഐഗൺ വാല്യൂ എന്തായിരിക്കും, λ1 λ2 B must be an eigenvalue of GH G inverse, must be an eigenvalue of
ഓഫ് ജി എച്ച് ജി ഇൻവേഴ്സ്. ജി എച്ച് ജി ഇൻവേഴ്സിന്റെ ഒരു ഐഗൺ വാല്യൂ കിട്ടി. ജസ്റ്റ് ഇതിന്റെ പ്രൊഡക്റ്റ് എന്താ വരിക, ഇതിന്റെ മോഡൽസ് മോഡ് ലാംഡ 1 ലാംഡ 1 ലാംഡ 2 വരും. മോഡ് ലാംഡ 1 ആണ്, അപ്പൊ മോഡുലസ് ഓഫ് ലാംഡ 1 ലാംഡ 2 വരും. ലാംഡ 1 നോട്ട് ഈക്വൽ ടു ലാംഡ 2 ആണ്, സോ ലാംഡ 1 ലാംഡ 2 നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കും. ഇതിന്റെ മോഡുലസ് എന്താവണമെന്നില്ല, യൂണിറ്റ് മോഡുലസ് ആവണമെന്നില്ല, നിർബന്ധമില്ല. ലാംഡ 1 ലാംഡ 2 ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ആണ്, അപ്പൊ അതിന്റെ മോഡുലസ് യൂണിറ്റ് ആവൂല. സോ ജി എച്ച് ജി ഇൻവേഴ്സിന്റെ ഐഗൻ വാല്യൂ എന്തല്ല, യൂണിറ്റ് മോഡുലസ് അല്ല. ഇവിടെ ഞാൻ 1 ലാംഡ 2 പകരം ലാംഡ 1 ചൂസ് ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് മോഡുലസ് കിട്ടും. ഇനി ഡിസ്റ്റിങ്ക്റ്റ് അല്ലാതെ ഈക്വൽ ആണെന്നുണ്ടെങ്കിലും യൂണിറ്റ് മോഡുലസ് കിട്ടും. സോ ഈക്വൽ ഐഗൻ വാല്യൂസ് അല്ലാത്ത ഒരു ജി എടുക്കുക. ആ ജിയുടെ ജി എച്ച് ജി ഇൻവേഴ്സ് കാണുന്ന സമയത്ത് ആ മെട്രിക്സ് എന്താവൂല, ഓർത്തോഗണൽ മാട്രിക്സ് ആവൂല എന്നുള്ളൊരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഒരു ഐഗൺ വാല്യൂ തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ കൗണ്ടർ എക്സാമ്പിൾ ഫോം ചെയ്തത്. കൗണ്ടർ എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞിട്ടില്ല, കൗണ്ടർ എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു തിയററ്റിക്കൽ അപ്രോച്ചിലൂടെയാണ് ഇവിടെ പെർട്ടിക്കുലർ ആയിട്ട് കൗണ്ടർ എക്സാമ്പിൾ ഉണ്ടാക്കാൻ നോക്കിയത്. ഐഗൺ വാല്യൂ, അതായത് പ്രൊഡക്റ്റ് മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ പ്രൊഡക്റ്റുകൾക്ക് ഈക്വൽ ആയിരിക്കും. ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് യൂണിറ്റ് മോഡുലസ് ആയിരിക്കും എന്നുള്ള രണ്ട് കോൺസെപ്റ്റുകൾ. അപ്പൊ അതിന്റെ എക്സാമ്പിളിന്റെ ഫോർമേഷനും കൂടെ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു കൗണ്ടർ എക്സാമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ട് നോൺ ആയിട്ട് വേണ്ട ചില കോൺസെപ്റ്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതായത് ഇതൊക്കെ നമുക്ക് അറിയും എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കൗണ്ടർ എക്സാമ്പിൾസ് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. കൗണ്ടർ എക്സാമ്പിൾസ് വരുന്നത് തന്നെ ഇത്തരം നോളജിൽ നിന്നാണ്. ജസ്റ്റ് ഒരു ആർബിട്രറി കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്നതല്ല, നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റുകൾ വെച്ചിട്ട് നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ ഒരു ഡിസ്കഷൻ വെച്ചിട്ട് നമുക്ക് കൗണ്ടർ എക്സാമ്പിൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യം OL2R എന്ന് ഒരു എച്ച് എടുക്കണം. OL2R ഓർത്തോഗണൽ മെട്രിക്സ് ആയിട്ടുള്ള OL2R എന്ന് GL2R എന്ന് ഒരു ജനറൽ മെട്രിക്സ് കൊടുക്കണം. അപ്പൊ ഈ ജനറൽ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്താവാൻ പാടില്ല, ഈക്വൽ ആവാൻ പാടില്ല. ഈക്വൽ ആവുന്ന രൂപത്തിൽ എടുത്താൽ നമുക്ക് കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഐഗൺ വാല്യൂസ് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡയഗണൽ മാട്രിക്സ് എടുക്കുക. ഏതൊരു ഡയഗണൽ മാട്രിക്സിന്റെ ഐഗൺ വാല്യൂസും അതിന്റെ ഡയഗണൽ എലമെന്റ്സിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഡിസ്റ്റിങ്ക്റ്റ് ഡയഗണൽ എലമെന്റ്സ് വരുന്ന ഒരു ഡയഗണൽ മാട്രിക്സ് എടുക്കും 1 0 0 2. ഇനി ഓർത്തോഗണൽ മാട്രിക്സിന്റെ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന്. അപ്പൊ ആ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് ഓർത്തോഗണൽ മാട്രിക്സിന്റെ ജനറൽ ഫോർമാറ്റ് അതേപോലെ 3x3 ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 0 1 -1 0 കോസ് π/2 സൈൻ π/2 കോസ് π/2 സൈൻ π/2 സൈൻ π/2 കോസ് π/2. അതാണ് ഈ ആംഗിൾസ് വരുന്നത്. ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേഷനിലാണ് ഓർത്തോഗണാലിറ്റി വരുന്ന ഒരു പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് ആ ഒരു ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇയാൾ എച്ച് ആയിട്ട് ചൂസ് ചെയ്യാം. ഇത് ഓർത്തോഗണൽ ആണ്, ഇത് ജനറൽ ലീനിയർ ഗ്രൂപ്പിലെ ഒരു മെട്രിക്സ് ആണ്. ഇതിന്റെ ജി എച്ച് ജി ഇൻവേഴ്സ് ഇവാലുവേറ്റ് ചെയ്താൽ ആ മെട്രിക്സ് ഓർത്തോഗണൽ ആവൂല. ഡസ് നോട്ട് ബിലോങ്സ് ടു GL അല്ല OL2R. അതായത് ഈ മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്താൽ GH G ഇൻവേഴ്സ് ഇവാലുവേറ്റ് ചെയ്താൽ അത് അയാൾ OL2R വരില്ല. ഞാനത് കമ്പ്യൂട്ട് ചെയ്യുന്നില്ല. നമ്മുടെ ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസ് എന്തുകൊണ്ട് ഇയാൾ എടുത്തു. ഇത് ഓർത്തോഗണൽ മെട്രിക്സിന്റെ ജനറൽ ഫോർമാറ്റ് ഇയാൾ എടുക്കാനുള്ള റീസൺ ഡയഗണൽ മെട്രിക്സ് ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടുന്ന മെട്രിക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ എടുത്തത്. ഇയാൾ G ആയിട്ടും ഇയാൾ H ആയിട്ടും എടുത്ത് GH G ഇൻവേഴ്സ് കമ്പ്യൂട്ട്. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് ദ സബ് ഗ്രൂപ്പ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ ഡയഗണൽ മാട്രിസസ്. മാട്രിക്സ് ഡയഗണൽ ആണ്, അങ്ങനെയാണെങ്കിൽ അയാൾ നോർമൽ സബ് ഗ്രൂപ്പ് ആവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
ജസ്റ്റ് നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഡയഗണൽ മെട്രിക്സിനെ ഞാൻ ജസ്റ്റ് ഡി ഓഫ് 2r എന്ന് എഴുതുന്നുണ്ട്. ദ സെറ്റ് ഓഫ് ഓൾ n/n മാട്രിസസ് വിത്ത് റിയൽ എൻട്രീസ് വിച്ച് ഇസ് ഡയഗണൽ. അതിൽ n2 ആവുന്ന സമയത്തുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇയാള് GL2rന്റെ ഇൻവേർട്ടിബിൾ ഡയഗണൽ മെട്രിക്സ് ആണ്, ഇൻവേർട്ടിബിളും കൂടി ആവണം കേട്ടോ. ഡി ഓഫ് 2r എന്ന് പറഞ്ഞാൽ ഡയഗണൽ വിത്ത് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. അപ്പോൾ ഡയഗണൽ എലമെന്റ്സിൽ നോൺ സീറോ എലമെന്റ്സ് വന്നാൽ മതി. എല്ലാ എലമെന്റ്സും നോൺ സീറോ ആയിരിക്കണം. ഏതെങ്കിലും ഒരു എലമെന്റ് സീറോ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് സീറോ ആയിട്ട് പോകും, ഇൻവേർട്ടിബിൾ ആയിട്ട് മാറൂല. അപ്പൊ ഡി ഓഫ് 2r GL2rന്റെ നോർമൽ സബ് ഗ്രൂപ്പ് ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെയും നമുക്ക് എന്ത് വേണം? G ഇൻവേഴ്സ് ബിലോങ്സ് ടു ഡി ഓഫ് 2r ആണോ അല്ലേ നോക്കണം. ഫോർ G belongs to GL2r and H belongs to D of 2r. Set of all invertible 2x2 diagonal matrices. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് ചെയ്താൽ ഡയഗണൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. ജസ്റ്റ് അതിന്റെ ഡിസ്കഷൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ അപർണ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സാമ്പിൾ തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു സാധനത്തിനുള്ള കൗണ്ടർ തരുന്നത്. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് G ഇൻവേഴ്സ് ഡയഗണൽ ആണോ എന്നുള്ളതാണ്. അതിൽ G ഇൻവേഴ്സ് മൂന്നാളെ ഞാൻ ലിസ്റ്റ് ചെയ്തു. H നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാം, A0 0 B. ഇനി ജിയിലുള്ള ആളെ എടുക്കേണ്ടത്. അവിടെ ജിയിലുള്ള ആളെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനം, ഈ ആള് ഇയാളുടെ സബ് ഗ്രൂപ്പ് ആണ്. അതായത് ഡി ഓഫ് 2r നോർമൽ സബ് ഗ്രൂപ്പ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പക്ഷേ ഇയാൾ ഡി ഓഫ് 2r എന്താ പറയാ, ഡി ഓഫ് 2r എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ള ഡയഗണൽ മാട്രിക്സ് വിത്ത് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള 2x2 മാട്രിക്സ് GL2rന്റെ സബ് ഗ്രൂപ്പ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന ആള് ഈ സബ് ഗ്രൂപ്പിൽ തന്നെ ഉള്ള ആളാണെങ്കിൽ സബ് ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് അതെന്തായാലും പ്രൊഡക്റ്റ് ചെയ്താൽ ക്ലോസ്ഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഇയാൾ സബ് ഗ്രൂപ്പിൽ എന്തായാലും വരും. അപ്പൊ ഇവിടെ ചൂസ് ചെയ്യുന്ന G എന്നുള്ള കളക്ഷൻ, G ഇൻവേഴ്സിലെ G എന്നുള്ളത് ഡിയിൽ ഇല്ലാത്ത, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇതാണ് നമ്മുടെ സബ് ഗ്രൂപ്പ് H, ഇതാണ് നമ്മുടെ സബ് ഗ്രൂപ്പ് G. അപ്പൊ ഇതിൽ ഇല്ലാത്ത, ഇതിന്റെ പുറത്തുള്ള ഒരാളാവണം. ഉള്ളിലുള്ള ഒരാളെടുത്താലും ഒരു കാര്യമില്ല, കാരണം സബ് ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് അയാളും അതിന്റെ ഉള്ളിലുള്ള എല്ലാവരും തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്താൽ അതിന്റെ ഉള്ളിൽ തന്നെ കിടക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഡയഗണൽ അല്ലാത്ത ഒരാളാണ്ട് ചൂസ് ചെയ്താൽ മതി. ഡയഗണൽ അല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അപ്പർ ട്രയാങ്കുലർ ആവാം, ലോവർ ട്രയാങ്കുലർ ആവാം, രണ്ടും കൂടി വന്നിട്ട് ടോട്ടലി ട്രയാങ്കുലർ ഒന്നും അല്ലാത്ത ഒരാളാവാം. അതിൽ ഏറ്റവും സുഖമായിട്ട് ഒന്നിക്കലോ നമുക്ക് അപ്പർ ട്രയാങ്കുലർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ ചൂസ് ചെയ്യാം. ഇവിടെ രണ്ടോടത്തും 1 കൊടുത്തു. 1 കൊടുക്കുന്നത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ള എളുപ്പത്തിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ 1 കൊടുത്താൽ അപ്പർ ട്രയാങ്കുലർ ആക്കാൻ ഇവിടെ ഒരു 1 കൂടി കൊടുത്താൽ മതി. ഇവിടെ 0 കൊടുത്തു. ഇനി നേരെ തിരിച്ചിട്ട് ലോവർ ട്രയാങ്കുലർ എടുത്തിട്ടും ചെയ്യാം. ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത്, ഈ ഒരു സാധനം ഉണ്ടാക്കിയത് ഡി ഓഫ് 2r ഇല്ലാത്ത ജിയിലുള്ള വളരെ സിംപിളർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇയാള്. അതായത് ഏറ്റവും സിംപിളർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇതിന്റെ ഇൻവേഴ്സ് വരിക, മെയിൻ ഡയഗണൽ ഇന്റർചേഞ്ച് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയഗണലിന്റെ സൈൻ ഇന്റർചേഞ്ച് ചെയ്യുക, ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 ഡിറ്റ് ഓഫ് എ ചെയ്യുന്ന സമയത്ത് 1 വരും. അപ്പൊ ഇതാണ് നമ്മുടെ G ഇൻവേഴ്സ്. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? G ഇൻവേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇയാള് ഇവാലുവേറ്റ് ചെയ്താൽ A B 0 into 1 B വരും. ഇനി ഇവിടെ ഒരാളും കൂടി 1 -1 0 1 which is equal to, ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് A -A plus B 0
0b ബിയും വരും. ഇതാണ് നമുക്ക് അയാൾ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് കിട്ടുന്നത്. ഇനി ഈ പ്രൊഡക്റ്റ് എവിടെ ഉണ്ടോന്ന് നോക്കണം. ഡി ഓഫ് 2rൽ, അതായത് ഡയഗണൽ ആണോ അല്ലേ എന്ന് നോക്കണം. ഇയാള് ഡയഗണൽ ആവണമെങ്കിൽ മൈനസ് എ പ്ലസ് ബി 0 ആവണം. ദാറ്റ് മീൻസ് ബി ഈക്വൽ ടു എ ആവണം. അപ്പൊ നമ്മൾ എടുത്ത ഡയഗണൽ മെട്രിക്സ് ആയിട്ടുള്ള ആള് ഡയഗണൽ എലമെന്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നെങ്കിൽ അത് പ്രൊഡക്റ്റ് ചെയ്താൽ ഒരിക്കലും ഇവിടെ വരൂല, ഡി ഓഫ് 2rൽ വരൂല. ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി ഓഫ് 2r ഇഫ് എ നോട്ട് ഈക്വൽ ടു ബി. അപ്പൊ അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് എയും ബിയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് 1ഉം 2ഉം തന്നെ കൊടുത്താൽ മതി, നേരത്തെ ചെയ്തതുപോലെ തന്നെ. അതായത് എന്താ പറയാ, ജി എച്ചിലുള്ള ആളായിട്ട് 1,0,0,2 കൊടുത്തു. ഇയാൾ തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ വരും, ഇവിടെ 1ഉം ഇവിടെ 2ഉം വരും, ഇവിടെ -1 + 2 1 വരും. സോ ദാറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡയഗണൽ മെട്രിക്സ്. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് ഇതിന്റെ ഫോർമേഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ സെക്കൻഡ് ഓപ്ഷനും എന്തല്ല, സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഓൾസോ ഫോൾസ്. ഡയഗണൽ മെട്രിക്സിന്റെ കളക്ഷനും GL2Rൽ നോർമൽ സബ് ഗ്രൂപ്പ് അല്ല. ഇനി ഡയഗണൽ മെട്രിക്സിൽ സെയിം എൻട്രീസ് വരുന്ന സമയത്ത് ചില ആളുകൾക്കെങ്കിലും എന്ത് വരുന്നുണ്ട്, അതേ കളക്ഷനിൽ വരുന്നുണ്ട്. അപ്പൊ സെയിം ഐഗൻ വാല്യൂ അല്ലാത്ത, അല്ലെങ്കിൽ സെയിം ഡയഗണൽ എലമെന്റ്സ് ഡയഗണൽ മെട്രിക്സസ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ഡയഗണൽ എലമെന്റ്സ് ആണെങ്കിൽ ഒരിക്കലും വരൂല എന്നുള്ള ഒരു ഗ്യാരണ്ടി നമുക്കുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് പറയാം, തെറ്റാണെന്ന് പറയാം. ഓക്കെ. സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എവറി സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 74 ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 148 ഈസ് നോർമൽ. നിങ്ങൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഡിസ്കഷനിൽ വന്നാണ് ഇൻഡെക്സ് ഓഫ് എ ഗ്രൂപ്പ് അല്ലെ, ഇൻഡെക്സ് ഓഫ് എ ഗ്രൂപ്പ്, ഇൻഡെക്സ് ഓഫ് എച്ച് ഇൻ ജി. അപ്പോൾ ജി എന്നുള്ളത് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ഇൻഡെക്സ് കാണാൻ നമുക്ക് ഇങ്ങനെ, ഇൻഡെക്സ് ഓഫ് എച്ച് ഇൻ ജി എന്നുള്ളത് എങ്ങനെയായിരിക്കും? ദിസ് ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച്. ഓക്കെ, ജി ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ഓർഡർ ഓഫ് ജി എന്നുള്ളത് നമുക്കൊരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച്. നൗ വി ഹാവ് ഓർഡർ ഓഫ് ജി ഈസ് 148 divided by order of h is 74 which is equal to 2. Okay, സോ നമുക്ക് എന്താ കിട്ടിയത്? ഇൻഡെക്സ് ഓഫ് എച്ച് ഇൻ ജി എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കഷനിൽ നമ്മൾ നിങ്ങൾ സാറ് പറഞ്ഞിട്ടുള്ളതാണ് എന്ത്, ഇൻഡെക്സ് 2 ആണെങ്കിൽ ദാറ്റ് സബ് ഗ്രൂപ്പ് ഈസ് എച്ച് ഈസ് നോർമൽ ഇൻ ജി. ഓക്കെ, എച്ച് ഈസ് നോർമൽ ഇൻ ജി. സോ ഈ രീതിയിൽ നമുക്ക് പറയാം. കോസറ്റുകളുടെ അല്ലെങ്കിൽ ഫാക്ടർ ഗ്രൂപ്പ് വെച്ചിട്ടും പറയാം. അത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഫാക്ടർ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്തതിനു ശേഷം ആ രീതി മെത്തേഡ് വെച്ചിട്ട് പറയാം. എങ്ങനെ ചെയ്താലും ആൻസർ കറക്റ്റ് ആണ്. ഇൻഡെക്സ് ഓഫ് എച്ച് ഇൻ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ലെഫ്റ്റ് ഓർ റൈറ്റ് കോസറ്റ്സ് ഇൻ ജി. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ച്, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എനി അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് സെയിം ഓർഡർ ആർ ഐസോമോർഫിക്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ CMI എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ചെന്നൈ മാത്തമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ PhD എൻട്രൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 2010 ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, 2010 ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എനി അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് സെയിം ഓർഡർ ആർ ഐസോമോർഫിക്. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ CMI എക്സാമിന്റെ ക്വസ്റ്റ്യന്റെ എന്ന് വെച്ചാൽ ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും അതിന്റെ റീസൺ അവിടെ എഴുതാനുണ്ടായിരിക്കും. ഓക്കെ, ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും അതിന്റെ റീസൺ എഴുതാനുണ്ടായിരിക്കും. ഈ ഒരു ടൈപ്പ് അത് മാറിയിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ച് ഓപ്ഷൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ 10 മാർക്സ് 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻസ്, അവർ പറയുന്ന 2 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും എഴുതണം. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. 2010 വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്വേത പറഞ്ഞത് തന്നെയാണ് അതിന്റെ ആൻസർ. എന്താണ് എക്സാമ്പിൾസ് ആയിട്ട് എതെടുക്കുക? Z2 ക്രോസ് Z2 ആൻഡ്
Z4. രണ്ടും അബീലിയൻ ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, ഓർ Z2 ക്രോസ് Z2 എന്നുള്ളതിന് നമുക്ക് വേറെ രീതിയിൽ പറയുന്നത് ക്ലീൻ ഫോർ ഗ്രൂപ്പ്. ഓക്കെ, ക്ലീൻ ഫോർ ഗ്രൂപ്പ് എന്നുള്ളത് Z2 ക്രോസ് Z2നോട് ഐസോമോർഫിക് ആണ്. സോ Z2 ക്രോസ് Z2 ആൻഡ് Z4 രണ്ടും എന്താണ് അബീലിയൻ ഗ്രൂപ്പ് ആണ്. പക്ഷെ രണ്ടും എന്തല്ല ഐസോമോർഫിക് അല്ല. കാരണം Z4 is cyclic but clean for group is not cyclic. Okay, so both രണ്ടും എന്തല്ല ഐസോമോർഫിക് അല്ല. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ഫാൾസ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാല് there exists a group of order 44 with a subgroup isomorphic to Z2 cross Z2. Okay, a subgroup isomorphic to Z2 cross Z2. അവിടെ നമുക്ക് എടുക്കാൻ പറ്റും, നമുക്ക് 44 ഓർഡറുള്ള ഒരു ഗ്രൂപ്പിനെ 44 ഓർഡറുള്ള ഒരു ഗ്രൂപ്പിനെ എങ്ങനെ ചെയ്യാം, 2 സ്ക്വയർ ഇൻറ്റു 11 അല്ലെ, 44 എന്നുള്ള നമ്പറിനെ 2 സ്ക്വയർ ഇൻറ്റു 11 എഴുതാം. സോ നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് എന്തായിരിക്കും, പി ഓഫ് 2 ഇൻറ്റു പി ഓഫ് 1 അല്ലെ, 2ന്റെയും 1ന്റെയും പാർട്ടീഷൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ. സോ ദിസ് ഇസ് ഈക്വൽ ടു 2. നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് രണ്ടെണ്ണം ആണുള്ളത്. ഏതൊക്കെയായിരിക്കും, സോ നമുക്ക് 44 ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 11 എന്ന് എഴുതാം. സോ നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആൻഡ് 1ന്റെ അതായത് 2ന്റെയും 11ന്റെയും പവേഴ്സിന്റെ പാർട്ടീഷന്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡക്റ്റ്. ഓക്കെ, സോ നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് 2 ആണ്. ദാറ്റ് ഈസ് ഏതൊക്കെയായിരിക്കും, Z44 എന്നുണ്ടായിരിക്കും, ഒന്ന് Z44 ഉണ്ടായിരിക്കും. ഓക്കെ, അത് കൺഫേംഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഏതൊക്കെയാണ്, Z2 ക്രോസ് Z22 എഴുതാം, Z2 ക്രോസ് Z22. നെക്സ്റ്റ് വരുന്നത് Z2 ക്രോസ് Z2 ക്രോസ് Z11 എഴുതാം. പക്ഷെ നമുക്കറിയാം Z2 ക്രോസ് Z11 എന്നുള്ളത് ഇതിനോട് ഐസോമോർഫിക് ആണ്. Z2 ക്രോസ് Z11 ഈസ് ഐസോമോർഫിക് ടു Z22. ഓക്കെ, ഇതിൽ ഈ പാർട്ട് ഇതിനോട് ഐസോമോർഫിക് ആണ്, Z22നോട് ഐസോമോർഫിക് ആണ്. സോ മൊത്തത്തില് Z2 ക്രോസ് Z2 ക്രോസ് Z11 എന്നുള്ളത് ഏതിനോട് ഐസോമോർഫിക് ആണ്, Z2 ക്രോസ് Z22നോട് ഐസോമോർഫിക് ആണ്. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് അബീലിയൻ ഗ്രൂപ്പ്സ് വെച്ചിട്ടാണ് Z44 ആൻഡ് Z2 ക്രോസ് Z2 ക്രോസ് Z11. ഓക്കെ, ഇവിടെ നോക്കുക, Z44 എന്നുള്ളത് സൈക്ലിക് ഗ്രൂപ്പ് ആണ്. Z44 എന്നുള്ളതാണ് സൈക്ലിക് ഗ്രൂപ്പ് ആണ്. സോ അതിന്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും ഏത് സബ് ഗ്രൂപ്പുകൾ എടുത്താലും അതെന്തായിരിക്കും, സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. സോ എവറി സബ് ഗ്രൂപ്പ് ഓഫ് Z44 ആർ സൈക്ലിക്. ഏതൊരു സബ് ഗ്രൂപ്പ് Z44ന്റെ ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അതെന്തായിരിക്കും, സൈക്ലിക് ആയിരിക്കും. സോ ഫസ്റ്റ് ഓപ്ഷന് കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏത് ചൂസ് ചെയ്യാൻ പറ്റില്ല, Z44 ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം അവിടെ നമുക്ക് തെളിയിക്കേണ്ട എന്താണ്, there is a subgroup of order there is a subgroup isomorphic to Z2 cross Z2 എന്നാണ്. സിൻസ് Z2 cross Z2 എന്നുള്ളത് നോൺ സൈക്ലിക് ആണ്, അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷന്റെ കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് ഓപ്ഷന്റെ എക്സാമ്പിൾ ആയിട്ട് കൗണ്ടർ എക്സാമ്പിൾ അല്ല എക്സാമ്പിൾ ആയിട്ട് ഏത് എടുക്കാൻ പറ്റില്ല, Z44 എടുക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, Z2 cross Z11 ചൂസ് ചെയ്യും. ഓക്കെ, അതിന്റെ സബ് ഗ്രൂപ്പ് ഏത് നോക്കുക, ഇതിന്റെ സബ് ഗ്രൂപ്പ് ഏതിനോട് ഐസോമോർഫിക്, Z2 ക്രോസ് സിംഗിൾട്ടൺ സെറ്റ് 0 ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് Z2 ക്രോസ് Z11. ഓക്കെ, ഇതെന്താണ്, ഇതിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ് അല്ലേ, Z2 ക്രോസ് Z11 ഒരു സബ് ഗ്രൂപ്പ് ആണ്. Z2 ക്രോസ് സിംഗിൾട്ടൺ സെറ്റ് 0 ആൻഡ് ദിസ് സബ് ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു Z2 ക്രോസ് Z2. ഈ സബ് ഗ്രൂപ്പ് Z2 ക്രോസ് Z2നോട് ഐസോമോർഫിക് ആണ്. ഓക്കെ, രണ്ടിന്റെ ഓർഡർ സെയിം ആണ്, രണ്ടും ക്ലീൻ ഫോർ ഗ്രൂപ്പ് ആണ്. ഓക്കെ, സോ ദിസ് സബ് ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു Z2 ക്രോസ് Z2. സോ there is a group, ഈ ഗ്രൂപ്പ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ
ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷനുള്ള എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷന്റെ എക്സാമ്പിൾ ഏതായിട്ട് പറയാം നമുക്ക്. സെക്കൻഡ് ഓപ്ഷന് there exists a group of order 44 with a subgroup isomorphic to Z4. There exists a group of order 44 with a subgroup isomorphic to Z4. ഏതെടുക്കാം? Z4 എടുത്താൽ മതി. Z4 എടുത്താൽ മതി. Z4 ഏത് എടുത്താൽ മതി? ഐസോമോർഫിക് ടു Z4 അല്ല, Z44 എടുക്കുക. Z44 Z4നോട് ഐസോമോർഫിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കാണേണ്ടത്. ഓക്കെ, ഒരു സബ് ഗ്രൂപ്പാണ് കാണേണ്ടത്. അതായത് ഏതായിരിക്കും? 44നെ Z4ന് 4 ഓർഡറിലുള്ള ഒരു ഗ്രൂപ്പാണ് കിട്ടേണ്ടത്. ഓക്കെ, 4 ഓർഡറിലുള്ള ഒരു ഗ്രൂപ്പാണ് കിട്ടേണ്ടത്. അതായത് Z4ന്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും എന്താണ്? സൈക്ലിക് ആണ്. ഓക്കെ, Z44ന്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും സൈക്ലിക് ആണ്. സോ നമുക്ക് 4 ഓർഡറിലുള്ള ഒരു സബ് ഗ്രൂപ്പ് കിട്ടിയാൽ മതി. ഓക്കെ, 4 ഓർഡറിലുള്ള ഒരു സബ് ഗ്രൂപ്പ് കിട്ടിയാൽ അതും എന്താണ്? സൈക്ലിക് ആയിരിക്കും. സോ 4 ഓർഡറിലുള്ള ഒരു സബ് ഗ്രൂപ്പ്, Z44ന്റെ 4 ഓർഡറിലുള്ള ഒരു സബ് ഗ്രൂപ്പ് ഏതാ വരിക? 4 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് കാണാന് 0, 11, 22, 33. ഓക്കെ, 0, 11, 22, 33 is a subgroup. Is a subgroup of order 4 and is isomorphic to. ഇതെന്താണ്? സൈക്ലിക് ആണ്. കാരണം ഇത് സബ് ഗ്രൂപ്പ് ആണ്. Z44ന്റെ സബ് ഗ്രൂപ്പ് ആണ്. Z44 സൈക്ലിക് ആയതുകൊണ്ട് this subgroup is also cyclic and is isomorphic to Z4. ഓക്കെ, Z4നോട് ഐസോമോർഫിക് ആയിരിക്കും. ആണ് ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും പറയുന്നത്. ഇനി തേർഡ് ഓപ്ഷൻ നമ്മൾ പറയുമ്പോൾ, തേർഡ് ഓപ്ഷനിൽ നമുക്ക് അബീലിയൻ ഗ്രൂപ്പിൽ നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. ഓക്കെ, അബീലിയൻ ഗ്രൂപ്പിൽ നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പറയുന്നത് Z44 വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം Z44ന് സബ് ഗ്രൂപ്പ് ഏതിനോട് ഐസോമോർഫിക് ആയിട്ടുള്ള സബ് ഗ്രൂപ്പ് ഇല്ല. Z2 ക്രോസ് Z2നോട് ഐസോമോർഫിക് ആയിട്ടുള്ള സബ് ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ Z44 വെച്ചിട്ട് പറയാൻ പറ്റില്ല. ഇനിയുള്ളത് എന്താണ്? Z2 ക്രോസ് Z11 ആണ്. അതിൽ ഏതുണ്ട്? Z2 ക്രോസ് Z2 ഉണ്ട്. Z2 ക്രോസ് Z2നോട് ഐസോമോർഫിക് ആയിട്ടുള്ളതുണ്ട്. പക്ഷെ എന്തിനില്ല? Z4നോട് ഐസോമോർഫിക് ആയിട്ടുള്ള സബ് ഗ്രൂപ്പ് ഇല്ല. അപ്പൊ നമുക്ക് അബീലിയൻ ഗ്രൂപ്പ്സിൽ അത് വെച്ച് പറയാൻ പറ്റില്ല. നോൺ അബീലിയൻ ഗ്രൂപ്പ്സിലും പറയാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എന്ത് വെച്ചാൽ പറയാൻ പറ്റുള്ളൂ? സൈലോസ് തിയറം വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. സോ തേർഡ് ഓപ്ഷനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സൈലോസ് തിയറം എന്നുള്ള ഒരു ഭാഗം പോർഷൻ കവർ ചെയ്തതിനു ശേഷം നമുക്ക് പറയാം. ഈ ഒരു ഗ്രൂപ്പ് തിയറിയുടെ ഒരു പ്രത്യേകത, നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് പറയാനുള്ളത്.